ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ അച്ഛനോട് ചോദിച്ചേക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്, പാസീവ് വോയിസ്. പല ആളുകൾക്കും പാസീവ് വോയിസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്. കമൻറ്റ് സെക്ഷനിൽ കുറേ ആൾക്കാർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, കുറേ പാസീവ് വോയിസ് ഒന്ന് പഠിപ്പിച്ച് തരുമോ, പാസീവ് വോയിസ് ഒന്ന് പഠിപ്പിച്ച് തരുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഉദ്യമം തുടങ്ങുകയാണ്. പാസീവ് വോയിസ് നമ്മൾ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആക്റ്റീവ് വോയിസ് വളരെ പക്കയായിട്ട് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. നമ്മൾ പക്കയായിട്ട് പഠിച്ചതുകൊണ്ട് നമ്മളിപ്പോ പാസീവ് വോയിസ് എടുക്കണം. ഞാൻ ഇത്രയും കാലം ഇത് തുടങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മിൽക്കുട്ടിക്ക് ആക്റ്റീവ് വോയിസ് കംപ്ലീറ്റ് നമ്മൾ ഒന്ന് ട്രാക്കിലാവാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബിഗിനേഴ്സ് ചാലഞ്ചൊക്കെ കഴിഞ്ഞോടുകൂടി നമുക്കതിപ്പോൾ ഏകദേശം ഒന്ന് കറക്റ്റായി ഫിക്സ് ആയില്ലേ, സെറ്റായി മൈൻഡിൽ നിന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏത് ചോദിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ടെൻസിൻ്റെ പേര് പറയാൻ പറ്റിയില്ലെങ്കിലും അത് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. ആമി സാറ് വന്നു കഴിഞ്ഞാൽ എന്ത് പറയും, വെർബിന്റെ ഏത് രൂപം പറയും? ING ഫോം. വിൽ ബി കഴിഞ്ഞാൽ ഏത് പറയും? വിൽ ബി കഴിഞ്ഞാലും ING ഫോം. പാസ്റ്റ് ടെൻസിൽ നമ്മളൊരു കാര്യം പറയണമെങ്കിൽ ഏത് പറയും? പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ V2 പറയും. അതേപോലെ പെർഫെക്റ്റ്ലി, അതായത് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹാവ് ഹാസ് കഴിഞ്ഞിട്ട് പ്ലസ് V3 മൂന്നാമത്തെ രൂപം V3 പറയും. കുറേ ആൾക്കാർ പാസീവ് വോയിസ് എടുക്കുമെന്ന് ചോദിക്കും. ഞാനത് പിന്നീട് എന്ന് പറയാൻ കാര്യം, ആക്റ്റീവ് വോയിസ് നന്നായിട്ട് തറാവാതെ നമ്മൾ പാസീവ് വോയിസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ബ്രെയിനിൽ ഫിക്സ് ആവില്ല, ആകെ അവിയലാവും. കാരണം ആക്റ്റീവ് വോയിസ് തന്നെ പലതും അവിയലാണ്. കാരണം നമുക്ക് പാടുന്നു, പാടാറുണ്ട്, ഇത് രണ്ട് ടെൻസാണ് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. പാടുന്നു എന്ന് പറയുന്നതും പാടാറുണ്ട് എന്ന് പറയുന്നതും പാടുന്നുണ്ട് എന്ന് പറയുന്നതും ഒക്കെ ഒറ്റ ടെൻസാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലേ. അവൾ പാടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ല, പാടിയിട്ടുണ്ട് എന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അവൾ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ എന്ന് നമ്മൾ പറയില്ലേ, അവൾ നന്നായി പാടുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ സംഭവത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഉണ്ട് എന്നൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് അവൾ നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഷീ സിങ്സ് വെരി വെൽ, അത്രേ ഉള്ളൂ. അവൾ നന്നായിട്ട് പാടാറുണ്ട്, അവൾ നന്നായിട്ട് പാടുന്നു, അവൾ നന്നായിട്ട് പാടുന്നുണ്ട്, ഇതൊക്കെ ഇതിനർത്ഥമുണ്ട്. അപ്പോൾ ചിലവരൊക്കെ പറയും അവൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ടെൻസാണ്. അവൾ അത് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ്. പാടിയിട്ട് ഉണ്ട്, അപ്പോൾ അത് ടെൻസ് മാറി. പക്ഷെ പാടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾ നന്നായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് അവളുടെ ഹാബിറ്റ് ആവാം, അല്ലെങ്കിൽ അവളുടെ ഒരു കഴിവാവാം അല്ലേ, അല്ലെങ്കിൽ അവൾ എന്നും ചെയ്യുന്ന കാര്യമാവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ടെൻസിൻ്റെ പേരൊന്നും ഓർത്തിരുന്നിട്ടില്ലെങ്കിലും ഇത് എവിടെയാണ് പറയുക, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് ബിഗിനേഴ്സ് ചാലഞ്ച് തുടങ്ങിയിട്ട് ഒരു ഫൗണ്ടേഷൻ ഇട്ടു, അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ ഒരു പൗഡർ ഇട്ടു, പിന്നെ കട്ടിക്ക് ഫൗണ്ടേഷൻ തേക്കാൻ പോവാണ്. അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇതേപോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ ഇത് ചെറുതല്ല, ഇത് കുറച്ച് വലുതാണ്. ഇത് ഇമ്മിണി വലുതാണ്. കാരണം ഇതിന് കുറച്ച് സമയം എടുത്ത് പഠിച്ചാൽ മതി. കാരണം സീരീസ് ആയിട്ട് തുടർച്ചയായിട്ട് ചിലപ്പോൾ നമ്മളിത് ക്ലാസ് ഉണ്ടാവില്ല, ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടൊക്കെ എടുക്കാം. അതേപോലെ ഈ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ റിവിഷൻ ചോദിക്കാം. അപ്പോൾ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ പാസീവ് വോയിസ് പഠിക്കാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. പാസീവ് വോയിസ് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചൊരു സ്റ്റൈലുണ്ട്. അതായത് ചെയ്യപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, മരിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് റിയൽ ലൈഫിൽ നമുക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നമ്മൾ അവിടെ നിന്നാണല്ലോ പഠിച്ചത്, ആ രീതിയിലാണ് നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മളെങ്ങനെ ഇത് പറയുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അത് വീഡിയോ അവസാനം വരെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. എന്താണ് പാസീവ് വോയിസ്, എന്താണ് ആക്റ്റീവ് വോയിസ് എന്നുള്ള ആദ്യം തന്നെ ആ പേരിന്ന് അങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോവാം കേട്ടോ. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടി? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാം അല്ലേ. അപ്പൊ ഇത് ചെയ്യാനൊരാൾ വേണ്ടേ? ചെയ്യാനൊരാൾ വേണം, എന്നാലല്ലേ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രവൃത്തി ചെയ്യാനൊരാൾ വേണം. ആ പ്രവൃത്തി ചെയ്യുന്ന ആളിന് നമ്മൾ പറയുന്ന പേരെന്താ? സബ്ജക്റ്റ്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്ന ആ വ്യക്തി നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ, അതായത് ആക്റ്റീവായിട്ട് ആ ഒരു വ്യക്തി അത് ചെയ്യുകയാണെങ്കിൽ എന്തായി? ആക്റ്റീവ് വോയിസ് ആയി. അപ്പൊ ആ വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം അല്ലേ. ഞാൻ ഓടുന്നു, ആർക്കാ പ്രാധാന്യം? എനിക്കാണ് പ്രാധാന്യം. ഞാൻ ഓടുന്നു. ഞാൻ കഴിക്കുന്നു, എനിക്കാണ് പ്രാധാന്യം. അവൾ ചക്ക വറക്കുന്നു, ആർക്കാ പ്രാധാന്യം?
അവൾക്കാണ് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ആൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന ടെൻസിനെയാണ് നമ്മൾ, ടെൻസുകൾക്കാണ് മൊത്തത്തിൽ നമ്മൾ പറയുന്നത്, എല്ലാ ടെൻസും ആവാം, മൊത്തത്തിൽ ഉള്ള സെന്റൻസുകളെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി, സബ്ജക്റ്റുകൾക്കാണ് അവിടെ പ്രാധാന്യം. അതേപോലെ തന്നെ നമ്മൾ ഈ പാസീവ് വോയിസ് പഠിക്കണമെങ്കിൽ തന്നെ നമ്മൾ തറമായിട്ട് ഈ സബ്ജക്റ്റ് എന്താണ്, വെർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെ പഠിക്കണം. എല്ലാതും പഠിച്ചാലേ അതറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം. പ്രവൃത്തി ചെയ്യുന്ന ആളിനെ നമ്മൾ സബ്ജക്റ്റ് പറയും, പ്രവൃത്തിക്ക് നമ്മൾ വെർബ് എന്ന് പറയും. ഞാനിപ്പോ വെർബ് എന്തായാലും. പിന്നെയോ നമ്മള് ഈ വെർബിനെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്താ പറയാ, ഓക്സിലറി വെർബ് എന്ന് പറയും. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതെന്താ, ഈ പ്രവൃത്തി ചെയ്യുന്ന ഈ സംഭവം ഒരാളിൽ ആരോപിക്കപ്പെടുമല്ലോ, ആ ആരോപിക്കപ്പെടുന്ന ആള് അല്ലേ, എന്ന് വെച്ചാൽ ഞാൻ പന്ത് കളിക്കുന്നു, അപ്പൊ ഞാൻ കളിക്കുന്ന സംഭവം ആരുടെ മേലിൽ ആരോപിക്കപ്പെടുന്ന, പന്തിന്റെ മേളില്, അപ്പൊ അതിനാണ് നമ്മള് ഒബ്ജക്റ്റ്. ഞാൻ വണ്ടി ഓടിക്കുന്നു, ആ വണ്ടീന്റെ മുകളിൽ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ ആ സാധനം ചെയ്യും. അതല്ലേ, അതായത് ഞാൻ ചെയ്യുന്ന ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത് ആരാണോ, ഇവിടെ വണ്ടിയാണ്, നേരത്തെ പന്തായിരുന്നു, അപ്പൊ അതിനാണ് നമ്മൾ പറയാ ഒബ്ജക്റ്റ് അല്ലേ. അതൊരു വസ്തു ആവാം. അതേപോലെ തന്നെ നമ്മൾ നാമങ്ങൾ പഠിച്ചിട്ടുണ്ട്, നൗൺ പഠിച്ചിട്ടുണ്ട്, എല്ലാ വെർബ്സും പഠിച്ചിട്ടുണ്ട്, എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും തറമായിട്ട് പഠിക്കണം പാസീവ് വോയിസ്. അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഇനി ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ നമ്മൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഈ സംഭവം ഒബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നമുക്ക് പറയാലോ. പറയാം. അതായത് ഞാൻ പറയാണ്, ഞാൻ കാർ ഓടിക്കുന്നു എന്ന് ഞാൻ പറയാണ്. എന്താ ഞാൻ ഓടിക്കുന്നത്? കാറ്. അപ്പോൾ ഞാനാണ് ഓടിക്കുന്നത്. അപ്പോൾ ഞാനാൽ കാറ് ഓടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞൂടെ? പറയാം അല്ലേ. ഞാൻ ഒരു കാര്യം ഞാനാൽ ചെയ്യപ്പെടുന്നു, അതിൽ എനിക്ക് അവിടെ പ്രത്യേകിച്ച് റോളില്ല, കാരണം എന്നെ അവിടെ ആ സെന്റൻസിന്റെ അവസാനത്തേക്കാണ് കൊണ്ടുവച്ചത്. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോ അതിന്റെ ഫസ്റ്റ് തന്നെ ഉണ്ടാവും ഞാൻ. ഇല്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ടെൻസിലും ഇംഗ്ലീഷിൽ ഫസ്റ്റിൽ ഞാൻ എന്ന് പറയുന്ന വാക്കുണ്ടാവില്ല. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. അതാണ് പാസീവ് വോയിസ് എന്ന് വെച്ചാൽ ഇത്രയും നേരം നമ്മൾ സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സെന്റൻസ് പറയാന്ന് പറഞ്ഞു. എല്ലാ സെന്റൻസും ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയണം. എന്ന് വെച്ചാൽ കാറ് ഞാനാൽ ഓടിക്കപ്പെടുന്നു എന്നാണ് പറയേണ്ടത്. എന്ന് വെച്ചാല് അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ പാസീവ് വോയിസും ഒബ്ജക്റ്റും ഒക്കെ ഒരു ഗ്രൂപ്പാണെന്നല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് നമ്മൾ തുടക്കത്തിലിടണം. സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോ തുടക്കത്തിൽ ആരെ ഇടുക? സബ്ജക്റ്റിന് ഇടും. ഇനി ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒബ്ജക്റ്റിന് എടുത്തിട്ട് തുടക്കത്തിലിടണം. എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അതെന്താ കൺഫ്യൂഷൻ? ഞാൻ കാറ് ഓടിക്കുന്നു, ആർക്കാ പ്രാധാന്യം? എനിക്ക്. കാറ് ഞാനാൽ ഓടിക്കപ്പെടുന്നു, ആർക്കാ പ്രാധാന്യം? കാറിന്. ഞാൻ ആദ്യം പറയുന്ന സാധനം എന്താണോ അതിനാണ് പ്രാധാന്യം. കാറ് ഞാനാൽ ഓടിക്കപ്പെടുന്നു. അത് ഇംഗ്ലീഷിൽ പറയുന്നത് കാർ ഓടിക്കപ്പെടുന്നു ഞാനാൽ, എൻ്റെ അടുത്ത് ലാസ്റ്റ് ഇടും. അപ്പോൾ എനിക്ക് അവിടെ പ്രാധാന്യം ഇല്ല. ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന തറ എന്ന് പഠിച്ചു വരണം. ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി. സിമ്പിളാണ്. ഞാൻ കാർ ഓടിക്കുന്നു, ഓക്കെ, കാറ് ഞാനാൽ ഓടിക്കപ്പെടുന്നു. എനിക്കതൊക്കെ മനസ്സിലായി. എന്താ മനസ്സിലാവാൻ? പക്ഷെ ഈ ഒബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഈ പാസീവ് വോയിസ് എങ്ങനെ പറയാന്നാണ് എനിക്ക് ഇടയ്ക്കുറി വരുന്നത്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ചത് സബ്ജക്റ്റ് പ്രാധാന്യം കൊടുത്ത് പറയുന്നു. ഇനിയിപ്പോ പാസീവ് വോയിസ് വരുമ്പോ ഒബ്ജക്റ്റ് വെച്ചിട്ടല്ലേ പറയാ. ഇതാണ് എനിക്ക് കൺഫ്യൂഷൻ ആയത്. അപ്പൊ നമ്മളിവിടെ ഇനി ഈ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സെന്റൻസുകൾ പറയുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാസീവ് വോയിസ്. എന്ന് വെച്ചാൽ അവിടെ ആക്റ്റീവായിട്ട് ചെയ്യാനൊരാളില്ല, ജീവനുള്ള ഒരു സാധനം അവിടെ ഇല്ല. ഈ ഒബ്ജക്റ്റുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റേത് നമ്മള്
മറ്റേ ഞാനും അവളും ഒക്കെ ഉണ്ടായിരുന്നു. സബ്ജക്റ്റ് മനുഷ്യനല്ലേ, അവർക്ക് ആക്റ്റീവായിട്ടും സങ്കടമായിട്ടും എന്തായിട്ടും ചെയ്യും. മറ്റേത് ചെയ്യാൻ ഒബ്ജക്റ്റുകൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റില്ലല്ലോ, വേറൊരാളാൽ ചെയ്യപ്പെടുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി മുതല് നമ്മള് പാസീവ് വോയിസ് പഠിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ സബ്ജക്റ്റ് ഏറ്റവും ലാസ്റ്റും ആവും. അത്രേ മനസ്സിലായല്ലോ. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് നമ്മൾ തുടക്കത്തിലിടുന്നു, സബ്ജക്റ്റിനെ എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് കൊണ്ടിടുന്നു. സബ്ജക്റ്റ് ഏതാണെങ്കിലും അതിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു ബൈ കൊടുക്കണം. ബൈ പറഞ്ഞിട്ടേ നമ്മൾ ഈ സബ്ജക്റ്റിനെ പറയാൻ പാടുള്ളൂ. ഓക്കെ, അതും സബ്ജക്റ്റുകളൊക്കെ അതിന് തത്തുല്യമായ വാക്കുകളിലേക്ക് മാറും. എന്ന് വെച്ചാൽ ഐ എന്ന് പറയുന്നത് മീ ആവും. ഓക്കെ, ഞാൻ എന്നുള്ളത് എന്നെ, എന്നാൽ എന്നാ വരിക, അപ്പോ ബൈ മീന്ന് വരും. ഓക്കെ, നാമം പഠിച്ച പോലെയാണ്. നോക്കിക്കോ, ഐ എന്ന് പറയുന്നത് മീ ആവും, ഹി എന്ന് പറയുന്നത് ഹിമ്മാവും, അവനാൽ നാവും, അവൻ എന്നുള്ളത് അവളാൽ നാവും. ഇറ്റിന് മാറ്റം വരില്ല, ഇറ്റ് തന്നെ വരും. പേരിന് മാറ്റം വരില്ല, അതന്നെ വരും. യു എന്ന് പറയുന്നത് മാറ്റം വരില്ല, യു തന്നെ വരും. ദേ എന്നുള്ളത് ദമ്മാവും കേട്ടോ, ദേ എന്നുള്ളത് ദമ്മാവും. പിന്നെ എന്താ പറയാനുള്ളത് കഴിഞ്ഞാല് വി എന്ന് പറയുന്നത് അസാവും, വി എന്ന് പറയുന്നത് അസാവും. ഞാനിവിടെ ചാർട്ട് കൊടുക്കാം എന്തൊക്കെയാ മാറ്റം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ നോക്കാം. ഓക്കെ, അയ്യോ ദേവി ഹി ഷീറ്റില് ഓരോ സബ്ജക്റ്റുകളും ബൈ കഴിഞ്ഞിട്ട് എന്താവും എന്നുള്ളത് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തത് നമ്മൾ എന്താ തുടങ്ങണ്ടേ? ഒബ്ജക്റ്റിൽ തുടങ്ങണം. അവസാനം ബൈ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഡയറക്റ്റ് ഇടാൻ പറ്റില്ല, സബ്ജക്റ്റിന് തത്തുല്യമായിട്ടുള്ള വാക്കുകൾ ഇടണം. ഓക്കെ, അതോടെ നോക്കട്ടെ. ഇത്രയും കിട്ടിയില്ലേ? രണ്ടാമത്തെ ക്ലൂവും കിട്ടി, ഒന്നാമത്തെ ക്ലൂ കിട്ടി, രണ്ടാമത്തെ ക്ലൂവും കിട്ടി. ഇനി മൂന്നാമത്തെ ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാസീവ് വോയിസിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ എല്ലാത്തിലും ബീന്റെ ഒരു ഫോം വേണം, ബിയുടെ ഒരു ഫോം വേണം. ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആകുക എന്നുള്ള വാക്കുകൾക്ക് തതുല്യമായ മറ്റുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്നറിയോ? ആമ് ഈസാറ് എന്ന് വെച്ചാൽ പ്രസന്റ്. അത് പാസ്റ്റില് വാസ് വേറ്, പ്രസന്റില് ബി ഉണ്ട്, ആമുണ്ട്, ഈസ് ഉണ്ട്, ആറുണ്ട്. ഇനിയോ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ V3 എന്ന് പറയുന്നത് ആരാണ്? ബീൻ എന്നാണ്. ബീൻ. ഓക്കെ, ഇനി വേറൊരു സാധനം കൂടി ഉണ്ട്, ING ഇട്ടിട്ട് ബീയിങ്. കണ്ടിന്യൂസിൽ പറയുന്നത് ബീയിങ് ആയിരിക്കും, ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോ ആകുക എന്ന് പറയുന്ന ബി എന്ന് പറയുന്നതിന്റെ 3 രൂപങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ബി, വാസ് വേറ്, ബീൻ എന്ന് മാത്രമേ ഉള്ളൂ. ബി, വാസ് വേറ്, ബീൻ. പക്ഷെ ആക്ച്വലി ബി എന്ന് പറയുന്ന അതേ അർത്ഥം വരുന്ന 3 ആമ്, ഈസ്, ആറ്. വാസ് വേറെ വേറെ അർത്ഥങ്ങളൊന്നുമില്ല, വാസ് വേറ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളതാണ് ബീൻ. ബീൻ എന്ന് വെച്ചാൽ ആയിട്ട്. ഓക്കെ, ആയിട്ട് എന്ന് മാത്രമല്ല, അതിന് ഓരോ സെന്റൻസിൽ വരുമ്പോ അതിനനുസരിച്ച് മീനിങ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മള് ആകുക എന്നുള്ളതിന്റെ V3 എടുക്കുമ്പോ ആയിട്ട് എന്നുള്ളത് ജസ്റ്റ് പഠിച്ചു വെക്കാം. ചിലവർക്ക് ഇങ്ങനെ ആവില്ല, ചിലവര് വിചാരിക്കും നമ്മള് ഇപ്പൊ ഒരു വാക്ക് പറയുകയാണെങ്കിൽ തന്നെ അത് ഏത് സെന്റൻസിൽ ഇട്ടാലും ഒരേ വാക്കാവുന്ന, അങ്ങനെയല്ല ഗൈസ്. വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ ഇപ്പൊ പഠിച്ചപ്പോ തന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടാണ്. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് എല്ലാതും ഒരേ ഒരു വാക്കിന്റെ അർത്ഥം ഒരു സെന്റൻസിൽ വരുമ്പോ ഒന്നും, വേറൊരു സെന്റൻസിൽ വരുമ്പോ വേറെ അല്ലേ. പക്ഷെ മലയാളം അങ്ങനെ ആയിരിക്കില്ല. മലയാളം ഒറ്റ വാക്ക് പല മീനിങ്ങിലും ഉപയോഗിക്കും ഇംഗ്ലീഷിൽ, അത് ഉപയോഗം കൊണ്ടേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ മലയാളം അതേപോലെയല്ല. മലയാളം ഒരു വാക്കിന്റെ തന്നെ അർത്ഥം ചിലപ്പോ നമ്മള് എങ്ങനെയാ മലയാളത്തിൽ തന്നെ പൂരിപ്പിച്ചെടുക്കും. അപ്പൊ സമയങ്ങളെ ഞാൻ ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവും. കാരണം ഞാൻ മിൽക്കുട്ടിനെ ഇതുവരെ പാസീവ് വോയിസ് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് ഇത് അറിയാത്ത ആൾക്കാർ മാത്രം കണ്ടാൽ മതി. അറിയുന്ന ആൾക്കാരാണെങ്കിൽ സ്കിപ്പ് അടിച്ചിട്ട് നിങ്ങൾ അവസാന പോർഷൻ മാത്രം കണ്ടാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നു, ആദ്യമേ പറയാണ്. ഓക്കെ, അപ്പൊ ബിയുടെ ഫോം അല്ലേ? ബിയുടെ ഫോം നമ്മൾ പറഞ്ഞു ആമ്, ഈസ്, ആറ്, അതുപോലെ വാസ് വേറ്, ബീന് അല്ലേ? ഇത്രയുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സാധനം ഈ പറയുന്ന എല്ലാ ടെൻസിന്റെ പാസീവ് വോയിസിൽ ഉണ്ടാവും.
എന്നുവെച്ചാൽ എല്ലാ പാസീവ് വോയിസിലും ഇതേപോലത്തെ ഒരു ഫോം ഉണ്ടാവും. ബിയുടെ ഒരു ഫോം നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ക്ലൂ അത് മൂന്നാമത്തെ ക്ലൂ കിട്ടിയല്ലോ. ഇനി നാലാമത്തെ ക്ലൂ. നാലാമത്തെ ക്ലൂവിൽ വരുന്നത് വെർബ് പറയുന്നത്. അപ്പൊ എത്ര ക്ലൂ ഉണ്ട്? കഴിഞ്ഞു, ലാസ്റ്റത്തെയാ. വെർബ് പറയുന്നത് ഒരു സംശയവും വേണ്ട, വെർബ് ഇന്നതാണോ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. മൂന്നാമത്തെ രൂപം ഏതാണോ? പാസീവ് വോയിസിൽ മൂന്നാമത്തെ രൂപം തന്നെയല്ലേ? വെർബ് പറയാൻ ഒരു കൺഫ്യൂഷനും വേണ്ട. വെർബിന്റെ മൂന്നാമത്തെ രൂപം ഏതാണോ അത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അത് മാത്രം പറഞ്ഞാൽ മതി. അതായത് വെർബ് നമ്മൾ സിമ്പിൾ പ്രസന്റ് വേറെ ഒന്നും ആലോചിക്കണ്ട, വെർബ് V3 മാത്രമേ ഉള്ളൂ. ഉറപ്പിച്ചു. V3 എന്ന് പറഞ്ഞാൽ ചിലത് ED വരുന്ന വെർബുകൾ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ V2 ആണെന്ന് സങ്കല്പിക്കരുത്. കാരണം V2 ഉം V3 ഒരേപോലെ വരും. അത് V3 ആണ്, സെന്റൻസിൽ വരുന്നത് V3 ആണ് കേട്ടോ. അപ്പൊ നാല് ഐറ്റംസ് ആണ് നമ്മൾ പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞത് ഫസ്റ്റത്തത് നമ്മൾ ഒന്നും കൂടി നോക്കണം. അയ്യോ, ഓക്കെ. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നതാണ്. സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നതാണ് ആക്റ്റീവ് വോയിസ്. അപ്പൊ പാസീവ് വോയിസ് എന്താണ്? പാസീവ് വോയിസ് ഒബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന സെന്റൻസ് ആണ്. അപ്പൊ നമ്മള് ഒബ്ജക്റ്റിനെ എടുത്തിട്ട് തുടക്കത്തിൽ പറയണം. സബ്ജക്റ്റിനടുത്ത് ഏറ്റവും ലാസ്റ്റ് സബ്ജക്റ്റുകളെ നമ്മൾ ബൈ ചേർത്തിട്ട് സബ്ജക്റ്റുകൾക്ക് തത്തുല്യമായിട്ടുള്ള പ്രോനൗൺസ് ചേർത്തിട്ടാണ് പറയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഐ എന്ന് പറയുന്നത് മീ ആവും, പിന്നെ യു എന്ന് പറയുന്നത് UN ആവും, ബി എന്നുള്ളത് അസ് ആവും, ഷീ എന്ന് പറയുന്നത് ഹെറാവും, ഹി എന്ന് പറയുന്നത് ഹിം ആവും. ഇങ്ങനെ മാറും. അത് ബൈ കഴിഞ്ഞിട്ട് ചേർത്തിട്ട് പറയണം. എല്ലാത്തിനും കൂടെ ഒരു ബൈ ചേർത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. By me, by them, by her, by him. എല്ലാത്തിനൊരു ബൈ ഇട്ടിട്ട് ലാസ്റ്റ് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ ഇതാണ്: ഒബ്ജക്റ്റ് പ്ലസ് ബി, ഫോംസ് ഓഫ് ബി, ബിയുടെ ഫോം പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇങ്ങനെയാണ് വരിക. ഇനി ഈ ഓർഡറിൽ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇത് ഒരു ടെൻസ് പഠിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ടെൻസൊക്കെ നമുക്ക് എളുപ്പം പറഞ്ഞു പോകാം. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് ഉദാഹരണങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഉദാഹരണം നോക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ സെൻറ്റൻസിന് എടുക്കാം. ഞാൻ പന്ത് കളിക്കുന്നു. ഇപ്പൊ ചെയ്യുന്ന കാര്യമില്ല. ഇപ്പോഴല്ല, പൊതുവെ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഞാൻ പന്ത് കളിക്കുന്നു. ഐ പ്ലേ ഫുട്ബോൾ എവരിഡേ. എവരിഡേ എന്നൊന്നും വേണ്ട, ഞാൻ പന്ത് കളിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഐ പ്ലേ ഫുട്ബോൾ. ഞാൻ എന്നും പന്ത് കളിക്കുന്നു എന്നാണെങ്കിൽ ഐ പ്ലേ ഫുട്ബോൾ എവരിഡേ എന്ന് പറയാം. ഇനി ഇത് പന്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഐഡിയ വെച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. പന്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോ ഫുട്ബോൾ. അവിടെ ഞാൻ പറഞ്ഞുതരാം, എന്നാലേ കിട്ടുള്ളൂ. അതായത് ഇതിപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണല്ലോ നമ്മൾ പഠിച്ചത്. അതെ, ഞാൻ പന്ത് കളിക്കുന്നു, ഐ പ്ലേ ഫുട്ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഡൂവും ഡസും ഉണ്ട് അല്ലേ? ഡൂ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്നാൽ ആമ് ഈസ് ആറിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, ആമ് ഈസ് ആറ് എടുക്കാം. എന്നിട്ട് ഇതിൽ പന്തിന് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പന്ത് എന്ന് പറയുന്നത് ഏകവചനാണോ ബഹുവചനാണോ? പന്ത് എന്ന് പറയുന്നത് ഏകവചനാണ്. അപ്പൊ പന്തായി. ദ ബോൾ. ആമ് ഈസ് ആറ് ഏത് ചേർക്കും? ദ ബോൾ ഈസ് അവിടെ കട്ടെ പ്ലേഡ് ബൈ മീ. അത്രേ ഉള്ളൂ. ദ ബോൾ ഈസ് പ്ലേഡ് ബൈ മീ. അപ്പൊ ബോള് അതായത് പന്ത് ഞാനാൽ കളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കളിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ കളിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒന്നാ അല്ലേ? ഇതിന് ഒരർത്ഥം മാത്രമല്ല, കുറെ അർത്ഥം. സിമ്പിൾ പ്രസന്റ് ടെൻസിന് 2-3 അർത്ഥമുണ്ട്. കളിക്കപ്പെടുന്നു, കളിക്കപ്പെടാറുണ്ട്, കളിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒന്നാ. ഇനി അടുത്ത നോക്കൂ. നേരത്തെ നമ്മൾ പറഞ്ഞു ഞാൻ കാർ ഓടിക്കുന്നു അല്ലേ? ഞാൻ കാർ ഓടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കാർ ഓടിക്കാറുണ്ട്. അപ്പൊ ഇനി ഓടിക്കാറുണ്ട് എന്നതിനെ നമ്മൾ പാസീവ് വോയിസ് ആക്കുക. എനിക്കറിയാം. അപ്പോ ഫസ്റ്റ് പറയണം ഏകവചനം. അപ്പോ ദ കാർ ഈസ് ഡ്രൈവ് ഡ്രോവ്
ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. driven. അപ്പോ the car is driven by me. ബൈ മീ. എന്താ ഈ ബൈ മീ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്നാൽ ഞാനാൽ അല്ലെങ്കിൽ എന്നാൽ. ഞാനാൽ കാറ് ഓടിക്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഈ ഇങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ ബൈക്ക് ആയാലും അതേപോലെ തന്നെ പറയാം. സിമ്പിൾ. ദ ബൈക്ക് ഈസ് റിഡൻ. ridden ബൈ മീ. by me. ദ ബൈക്ക് ഈസ് റിഡൻ ബൈ മീ. അപ്പൊ ഇനി അടുത്ത എക്സാമ്പിൾ. അവൻ ബുക്കുകൾ വായിക്കുന്നു. നോവൽസ് ഒന്നും അല്ലല്ലോ, അല്ല, സാധാ ബുക്സ്. അവൻ ബുക്കുകൾ വായിക്കുന്നു. ഇത് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. ആക്റ്റീവ് വോയിസിൽ എങ്ങനെ ഇത് പറയാം? അവൻ ബുക്കുകൾ വായിക്കുന്നു. അവനാണ് പ്രാധാന്യം. he reads books. He reads books. He reads books. വെയിറ്റ് ചെയ്യ്. He reads book. അവൻ വായിക്കുന്നു ബുക്കുകൾ. ഇവിടെ റീഡ്സ് എന്ന് കൊടുക്കാൻ കാര്യം ഇത് അവനാണ്, അതുകൊണ്ട് നമ്മൾ വെർബിന്റെ കൂടെ ഡസ് ചേർക്കും. അപ്പോഴാണ് റീഡ്സ് ആയത്. ഇനി നമുക്ക് ബുക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിനെ പാസീവ് വോയിസിൽ പറഞ്ഞു നോക്കണം. ഓക്കേ, അപ്പൊ എങ്ങനെ പറയാം? The books are read by him. The books are read by him എന്നായി. ഇനി അവിടെ എൻ്റെ ഒരു സംശയം, അവിടെ എന്തിന് ആർ ഇട്ടു, എന്തിന് ബൈ ഹിം ഇട്ടു? ഇത് രണ്ട് സിമ്പിൾ ചോദ്യമാണ്. കാരണം എന്താ വെച്ചാല് അവനാൽ എന്ന് പറയാനായിട്ടാണ് ബൈ ഹിം ഇട്ടത്. അവിടെ ബൈ ഹീ ഇട്ട് കഴിഞ്ഞാല് കിട്ടൂല. അവിടെ ബൈ ഹീ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ബൈ ഹീ, അവൻ, ആൽ എന്നിട്ടൂടെ. അങ്ങനെ ഇടാൻ പറ്റില്ല. നമ്മളെ സബ്ജക്റ്റുകൾക്ക് തത്തുല്യമായിട്ടുള്ള ഇത് കിട്ടുന്നില്ല, ഒരു പഞ്ച് കിട്ടുന്നില്ല. അവിടെ നമുക്ക് സബ്ജക്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ സബ്ജക്റ്റിന് പ്രാധാന്യം വരും. ആ പ്രാധാന്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ സബ്ജക്റ്റുകൾക്ക് തത്തുല്യമായിട്ടുള്ള നമ്മൾ അതേ നാമം ഉപയോഗിച്ചുകൊണ്ട് പ്രോനൗൺസ് എന്ന് പറയും അല്ലെ, ആ പ്രോനൗൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളവിടെ ഐ എന്ന് പറയുന്നത് മീ ആവും, ഹി എന്ന് പറയുന്നത് ഹിം ആവും. അങ്ങനെ ഇനി അടുത്ത ചോദ്യം, ആറാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്തിനാ ആറ് ഇട്ടത്? അവിടെ ബുക്സ് ആയോണ്ട്. കാരണം അവിടെ ബുക്സിലാണല്ലോ പ്രാധാന്യം. അവിടെ ബുക്സ് എന്ന് പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. അപ്പോ ഈ നമ്മുടെ ഒബ്ജക്റ്റുകളല്ല, ഒബ്ജക്റ്റ് ആണ് ബുക്സ്. ബുക്സ് ഒബ്ജക്റ്റ് ആണ്, അതല്ല. നമ്മുടെ ബീന്റെ ഒരു ഫോംസ് അതില് നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈസ് ആറ്, അതിലത്തെ ഒരു ആറും കൂടി ഇട്ടപ്പോ കറക്റ്റ് ആയി. അപ്പൊ ബിയുടെ ഫോം നമ്മൾ ഇവിടെ കൊടുക്കുമ്പോ ബുക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ ഈസ് ഇടണം, ബുക്സ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ആറ് ഇടണം. അതേപോലെ തന്നെ ഗൈസ്, നമ്മൾ ഈ ക്രിയയെ സഹായിക്കുന്ന ആളുണ്ടല്ലോ, ഓക്സിലറി വെർബ്, അത് അവിടെ നിന്നും മാറില്ല, അവിടെ തന്നെ ഉണ്ടാവും. അത് അവിടെ തന്നെ ഉണ്ടാവും. ആ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഇവിടെ ബിയുടെ ഒരു ഫോം ആയിരിക്കും. ഓക്സിലറി വെർബ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും, എന്നാലും അതൊരു ബിന്റെ ഫോം ആയിരിക്കും, ബിയുടെ ഒരു ഫോം ആയിരിക്കും. അതേപോലെ തന്നെ നമ്മള് ഇനി ഏതെങ്കിലും സെന്റൻസിൽ ഓൾറെഡി ഓക്സിലറി വെർബ് ഉണ്ട് എന്ന് വിചാരിക്കുക, ആ ഓക്സിലറി വെർബ് നമുക്ക് അവിടെ നിന്ന് കളയാനും പറ്റൂല, അവിടെ തന്നെ അത് അവിടെ തന്നെ നിർത്തിയിട്ട് നമ്മൾ ബിയുടെ ഒരു ഫോമിന് അഡീഷൻ ഇട്ട് കൊടുക്കുക ചെയ്യുക. അത് അടുത്ത ടെൻസ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അതായത് ഒബ്ജക്റ്റ് പ്ലസ് ബിയുടെ ഒരു ഫോം പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രോനൗൺ. ഇതാണ് ഓർഡർ. ഓക്കെ, ഇത്രയും പറയുമ്പോൾ നമുക്കത് അത് കൺഫ്യൂഷൻ ആവും. പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ചേർക്കുമ്പോൾ പറയാൻ പറ്റുന്നില്ലേ? ഇപ്പൊ ഞാൻ പറയണേ, അവർ BSNL സിം വിൽക്കുന്നു. അവർ വിൽക്കുന്നു BSNL സിം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറ. ഓക്കെ, അപ്പോ വിൽക്കുന്നു സെല്ല് BSNL സിംസ്. ഇത്രേ ഉള്ളൂ. BSNL സിംസ്. ഇനി ഇത് BSNL സിംസിന് പ്രാധാന്യം കൊടുത്ത് പറയണം. അപ്പോ the BSNL sims are sold by them. The BSNL sims are sold by them. മനസ്സിലായോ? The BSNL sims are sold by them. BSNL sims BSNLന്റെ സിമ്മുകള്.
ഓക്കെ, അപ്പൊ സിമ്മുകൾ ആയതുകൊണ്ടാണ് 6 ചേർത്തത്. ഇപ്പൊ guys, നല്ല കാലാവസ്ഥയായിട്ടോ, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു കാര്യം ചെയ്യപ്പെടുന്നു, അല്ലേ, ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ. പക്ഷെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിമ്മുകൾ വിൽക്കുന്നു എന്ന് എഴുതി ഉണ്ടാവുള്ളൂ. സിമ്മുകൾ വിൽക്കപ്പെടുന്നു. അപ്പൊ നമ്മളത് പാസീവ് വോയിസിൽ പറയണം. കാരണം അവിടെ ആരാണ് പറഞ്ഞിരിക്കുന്നത്, ആരാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ പ്രാധാന്യം പറയില്ല. പാസീവ് വോയിസിൽ ബോർഡും എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓരോന്ന്, അത് നമ്മൾ പാസീവ് വോയിസ് ആയിട്ട് പറയണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രേ ഉള്ളൂ. ആരാണ് ചെയ്തത്, ഏതാണ് ചെയ്തത് ഒന്നും പറയുന്നില്ല. സിമ്മുകൾ വിൽക്കപ്പെടുന്നു എന്നെങ്ങനെ പറയും? അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. എഴുതി വെച്ചത് വേണ്ട, പറയണ്ട. ഇത്രേ ഉള്ളൂ എന്റെ ചോദ്യം. സിമ്മുകൾ വിൽക്കപ്പെടുന്നു എന്ന് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാവാം എന്ന് വിചാരിക്കാം. അത് 2 രീതിയിൽ എഴുതാം. ഒന്ന് സിമ്മുകൾ വിൽക്കപ്പെടുന്നു, 2 സിമ്മുകൾ വിൽക്കുന്നു. ഈ 2 രീതിയിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും അത് ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാവും? അല്ലേ, BSNL സിം വിൽക്കപ്പെടുന്നു എന്നുണ്ടാവുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മെഷീൻ ഓൺ ആക്കുന്നു എങ്ങനെ പറയും? The machine is started. അല്ലെങ്കിൽ turned on, അല്ലേ. The machine is started. മെഷീനുകൾ ഓൺ ആക്കുന്നു. അപ്പോഴോ മെഷീനുകൾ ഓൺ ആക്കുന്നു. അപ്പൊ the machines are started. The machines are started. എന്തുകൊണ്ടാണ് 6 കൊടുത്തേ? അവിടെ ഒന്നിൽ കൂടുതൽ സാധനം ഉണ്ട്, അല്ലേ. മെഷീനുകൾ ഓൺ ആക്കുന്നു എന്ന് പറഞ്ഞാൽ മെഷീൻസ് ആർ സ്റ്റാർട്ടഡ്, അല്ലേ. ഇനി പാല് കുടിക്കപ്പെടുകയാണ്, കുട്ടി പാല് കുടിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ പാല് കുടിക്കുന്നു, അത്രേ ഉള്ളൂ. പാല് കുടിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിലോ the milk is drunk. അത്രേ ഉള്ളൂ. The milk is drunk. കണ്ടോ? ഇതിപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന സംഭവമാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിക്കുകയാണ്. അപ്പൊ അതിന് താഴെ എഴുതിയിട്ടുണ്ടാവും ചിത്രം ചുവടെ ചേർക്കുന്നു. അപ്പോ the picture is given below. The picture is given below. കാരണം എനിക്ക് ഈ ചോദ്യം അച്ഛൻ പറയാൻ കാരണം എൻ്റെ ഒരു പരീക്ഷ പേപ്പർ എന്ന് വെച്ചാൽ കൊല്ല പരീക്ഷത്തേക്കുള്ളത് ഒരു പരീക്ഷ പേപ്പർ അമ്മ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സംഭവമാണിത്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് ഈ V3 ഉണ്ട്, ഈസും ഉണ്ട്. കാരണം നമ്മൾ നോർമലി കേട്ടിട്ടുള്ളത് ആമ് ഈസ് ആറ് വന്നു കഴിഞ്ഞാൽ ING ഫോമിൽ വെർബ് പറയണം. പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന അവിടെ നമുക്ക് കാണാം ആമ് ഈസ് ആറും കഴിഞ്ഞാൽ നേരെ V3, അല്ലെങ്കിൽ ചിലപ്പോൾ ED ചേർത്തിട്ട് V2 ഒക്കെ വരും. ഇത് എന്ത് ടെൻഷൻ, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒന്നുമില്ല, സംഭവം ഇത്രേ ഉള്ളൂ. ഈ ഒബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാസീവ് വോയിസ്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസ് നമ്മൾ പറയുമ്പോൾ നമ്മളെ തലയിലേക്ക് വരുന്ന സ്ട്രക്ചറിൽ ആദ്യം ഒബ്ജക്റ്റിനെ പറയുന്നു. ഒബ്ജക്റ്റിനെ പറഞ്ഞാൽ നേരെ ആമോ ഈസോ ആറോ ആണ് പറയേണ്ടത്, വേറെ ഒന്നും ആലോചിക്കണ്ട. അപ്പോൾ ആമോ ഈസോ ആറോ ഈ ഒബ്ജക്റ്റ് 1 2 നോക്കിയിട്ട് അതിനനുസരിച്ച് ആമോ ഈസോ ആറ് ഇടുക. ആമാണെങ്കിൽ പോട്ടെ, ഐൻ്റെ കൂടെ മാത്രമേ ചേരുള്ളൂ. ഈസ് ആണെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് 1 ആയിരിക്കണം. ബുക്ക് ആണെങ്കിൽ 1, അപ്പോൾ ഈസ്. ബുക്കുകളാണെങ്കിൽ 2 ഉണ്ട്, അല്ലെങ്കിൽ 2ൽ കൂടുതലുണ്ട്, അപ്പോൾ നമ്മൾ 6 ഇടും. 1ൽ കൂടുതൽ. ബുക്കുകൾ വായിക്കുന്നു, അല്ലേ. അപ്പം എങ്ങനെ പറയാ? The books read. ഇത്രേ ഉള്ളൂ. ബുക്കുകൾ വായിക്കുന്നു എന്ന് വെച്ചാൽ ബുക്കുകൾ വായിക്കപ്പെടുകയാണ്, ആരെങ്കിലും ആയിട്ട് വായിക്കപ്പെടുക ചെയ്യുന്നത്. are read. അതന്നെ പറഞ്ഞത്. The books are read. അതന്നെ പറഞ്ഞത്. The book is read. The books are read. അത്ര അങ്ങനെ പറയാൻ പറ്റില്ല. The books are read. കേട്ടോ, The books are read എന്ന് പറയാണ്. അപ്പോൾ ഇതിന്റെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. ഇതല്ലാതെ വേറെ വഴിയില്ല, കാരണം ഇത് എല്ലാവർക്കും മനസ്സിലാവണം. സത്യം പറഞ്ഞ കേസ് ഞാൻ ഇങ്ങനെ ഒന്നും ഇരിക്കുന്നതല്ല. ഇപ്പൊ ഈ ഇംഗ്ലീഷ് കൂടി പറയില്ല എന്നുണ്ടെങ്കിൽ കാലിലൊക്കെ ഞാൻ വെറുതെ ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലേ. ഉറങ്ങൊന്നല്ല, അങ്ങനെ ദേഷ്യം
പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ സെന്റൻസിൽ ബൈ ചേർത്തിട്ട് അവസാനം പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതിന് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ആ ബൈ ചേർത്ത് പറയണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ BSNL സിം വിൽക്കപ്പെടുന്നു, ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ആരാണ് അവിടെ വിറ്റതെന്നോ ആരാണത് വിൽക്കുന്നതെന്നോ നമുക്ക് അറിയേണ്ട കാര്യമില്ല അല്ലേ. അപ്പം അതേപോലെ മെഷീൻ ഓണാക്കുന്നു. ദ മെഷീൻ നമുക്കറിയണ്ട. മെഷീൻ ഓണാക്കുന്നു. ദ മെഷീൻ ഈസ് സ്റ്റാർട്ടഡ്. അപ്പോൾ ബൈ ചേർത്തിട്ട് ആ സബ്ജക്റ്റിന് പറയണമെങ്കിൽ പറയാം, പറയണ്ടെങ്കിൽ പറയണ്ട. ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ടെൻസുകളൊക്കെ നമുക്ക് പഠിക്കാം. ഈ പാസീവ് വോയിസ് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളിത് വളരെ കൃത്യമായിട്ട് ഒന്നും കൂടി കാണുക. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോ പാസ്റ്റ് പിന്നെ ഫ്യൂച്ചർ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ നിങ്ങളൊരു പുതിയ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോവുക, ബിഗിനേഴ്സ് ചാലഞ്ച് കാണുക. അതേപോലെ തന്നെ നമ്മളെ ബിഗിൻ ചാലഞ്ച് കാണുക. അതിനുശേഷം നമ്മളെ പുതിയ വീഡിയോസ് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ബൈ.